ഹലോ, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം, ടെക്സ്റ്റൈൽ ഡിസൈനിങ്. അതെ, ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് വെച്ചാൽ വലിയൊരു ഫീൽഡാണ്. പക്ഷെ നമുക്ക് പ്രൊക്രിയേറ്റ് ആപ്പിൽ അതെങ്ങനെ ചെയ്യാം, ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇന്ന് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ചിത്രവസ്ത്ര. സോ ഞാൻ ഇന്നിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് A4 ഏത് ക്യാൻവാസ് വേണമെന്ന് വെച്ചാൽ അതുപോലെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഡ്രോയിങ് ഗൈഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ആദ്യം നമ്മൾ ആക്ഷൻസിൽ പോവാം. ആക്ഷൻസിൽ ക്യാൻവാസിൽ ഡ്രോയിങ് ഗൈഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ഡ്രോയിങ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2D ഗ്രിഡ്, ഐസോമെട്രിക്, പെർസ്പെക്റ്റീവ്, സിമ്മെട്രി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സിമ്മെട്രിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻസ് കാണാം. ഓപ്ഷൻസ് വേർട്ടിക്കൽ ആണെങ്കിൽ കണ്ടോ, ഈ ഒരു ക്യാൻവാസിനെ ഈക്വൽ ഹാഫായിട്ട് ഇങ്ങനെ വേർട്ടിക്കലി ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. ഹൊറിസോണ്ടലാണെങ്കിൽ ഈ ഒരു ക്യാൻവാസിനെ ഹൊറിസോണ്ടലി രണ്ട് ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ക്വാഡ്രൻ്റ് ആണെങ്കിൽ 4 ഹാഫ് ആക്കിയിട്ട് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. റേഡിയൽ എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ റേഡിയലി ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. ഇതിൽ അതുപോലെ റൊട്ടേഷണൽ സിമ്മെട്രി ഉണ്ട്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാക്കുന്നതാണ്. നമുക്കത് വേണ്ട. ജസ്റ്റ് ഞാനിപ്പം ഇതിലൊരു റേഡിയൽ സിമ്മെട്രിയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ലെയർ 1 അസിസ്റ്റഡ് ലെയർ ആക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഞാനിപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു മോട്ടീഫ് ഉണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം ഫ്ലോറൽ പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാറ്റേൺസ് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അറിയൂലെങ്കിൽ ട്രേസ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് വരയ്ക്കാനാണ് പോണത്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഞാൻ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടില്ല. നോക്കാം, ചെയ്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടും. അങ്ങനെയാണ് പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഞാനിപ്പം ഇതിൽ വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ വരയ്ക്കാനാണ് പോണത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ചുമ്മാ ഒരു സംഭവം, ഇത് റേഡിയൽ സിമെട്രി ഓൺ ചെയ്തിട്ട് അതെങ്ങനെ വർക്ക് ആവുന്നത് എന്നുള്ളത് പറയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. സോ ഇവിടെ ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടി അല്ലേ. യെസ്, ഞാൻ ചുമ്മാ ഒരു ഒരു സംഭവം ഒരു ഡിസൈൻ പോലെ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ.
സോറി. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസൈൻസ് കൊടുക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് കളറിലും എന്ത് ഡിസൈൻസും കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യാണ്. ഓരോ പരീക്ഷണങ്ങളാണല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇതെങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റഡ് പാറ്റേൺ ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചധികം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാനൊരു 5 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെയർ മാത്രം, ഈ ഒരു ലെയർ മാത്രം ഞാൻ എടുക്കുകയാണ്. ഇതാ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിൽ യൂണിഫോം സെലക്ഷനാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഈ ഒരു പോർഷനിലേക്ക് അതാക്കുക. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, അടുത്ത ലെയർ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ആ ലെയർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അത് ഇതാ ഇവിടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഓക്കെ. ഇനി ഇതുപോലെ നെക്സ്റ്റ് ലെയറും സെലക്ട് ചെയ്യാണ്. അതും ഇതുപോലെ. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് പാറ്റേൺ ആയി മാറിയില്ലേ. ഇനി നമ്മൾ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അപ്പം നമുക്കിത് 4 ഒരു പാറ്റേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാറ്റേണിനെ സെയിം രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എല്ലാം ഹൈഡ് ചെയ്യാണ്. ഞാൻ ഹൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റത്തെ മാത്രം സെലക്ട് ചെയ്തു. സെയിം നമുക്ക് എന്ത് ചെയ്യാം, അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യുക, സെക്കൻഡ് ലെയർ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, തേർഡ് ലെയർ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, ഫോർത്ത് ലെയർ എടുക്കുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എല്ലാം കമ്പൈൻ ചെയ്യാം. ഇത് വേണ്ട, കമ്പൈൻ ചെയ്തു. ഇനിയും ഈ പാറ്റേൺ നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെയിം രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് 4 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക.
ഓക്കെ, അപ്പം ഇത് നമ്മൾ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കമ്പൈൻ ചെയ്തു, ഒരു ലെയർ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ, നമ്മുടെ ടെക്സ്റ്റൈൽ ഡിസൈനാണ് കേട്ടോ. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സിലൊരു ചുമ്മാ ഒരു സ്കേർട്ടിൽ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പിലും ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ജെമിനിയിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, നമ്മുടെ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലോങ് ഫ്രോക്ക് ഇട്ടിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ജെമിനിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഇമേജ്, ആ ഒരു ടെക്സ്റ്റൈൽ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പാറ്റേൺ. ഓക്കെ, ജെമിനി ജനറേറ്റഡ് ആണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ഫ്രോക്ക് വരച്ചെടുത്തിട്ട് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അറിയാലോ അല്ലേ. അപ്പോൾ കാണാത്തവരെന്ത് ചെയ്യുക, വീഡിയോ കാണും. ഒരു ടോപ്പും സ്കേർട്ടും വരച്ചിട്ടുള്ള അതിൽ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ ഡിസൈൻ ചെയ്തെടുത്തിരുന്നു. എന്നിട്ട് ആ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് അപ്ലൈ ചെയ്ത ടോപ്പും സ്കേർട്ടിലേക്കും അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ജെമിനി ജനറേറ്റഡ് ഇമേജാണ്, AI ജനറേറ്റഡ് ഇമേജാണ്. അപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഡിസൈനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.